ഇതിപ്പോ രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ. അപ്പൊ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണെ. വേറെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ പോകണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഞങ്ങള് പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട്. എന്നും വീട്ടിൽ നിന്നുള്ള ഫുഡ് മാത്രമല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കി അങ്ങനെയാണല്ലോ കഴിക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് നമ്മളിങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന ഒരു സന്തോഷമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ. എപ്പോഴും പോകുന്നല്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഇന്ന് ഡിന്നർ പുറത്തുനിന്നാക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങള് പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഞങ്ങള് കാക്കനാടുള്ള ചോപ്സ്റ്റിക്കിലാണ് കേട്ടോ വന്നേക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ പലവട്ടം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഫുഡും ഇവിടുത്തെ ആംബിയൻസും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും അങ്ങോട്ട് തന്നെ വന്നത്. ഇതിപ്പോ കാക്കനാടാണ്. ഇതിന്റെ തന്നെ ഇവർ തന്നെ ബ്രാഞ്ച് തൃപ്പൂണിത്തുറയൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവിടെ എത്തി. അങ്ങനെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാറ്. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം ചേട്ടായി അവിടെ ഇരുന്നുകൊണ്ട് മെനു ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിതാ ഓർഡർ ചെയ്തിരുന്ന സ്റ്റാർട്ടർ ആയിട്ട് ഡ്രാഗൺ ചിക്കനും പിന്നെ മോമോസും ആയിരുന്നു കേട്ടോ. അപ്പൊ അത് രണ്ടും ഫസ്റ്റ് ലൈൻ അവര് സ്റ്റാർട്ടർ ആയിട്ട് കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് തായ് ഫ്രൈഡ് റൈസും പിന്നെ ഒരു നൂഡിൽസ്, ഹക്ക നൂഡിൽസും പിന്നെ എന്തോ ഒരു ചിക്കൻ കറിയും. അതിന്റെ പേര് എനിക്ക് പറയാൻ അറിയില്ല, എന്തോ ഒരു പേര്, എന്തോ ഒരു ചിക്കൻ, അത് അവരുടെ ഒരു ഡിഷ്. അതിന് എന്തോ ഒരു പേരുണ്ട്. അതിന് എന്തോ ഒരു ചൈനീസ് എന്തോ ഒരു പേരാ. അത് വായിൽ പറയാൻ പറ്റത്തില്ല, പറയാൻ കൊള്ളാത്ത എന്തോ ഒരു പേരാ. അപ്പൊ അതും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ കഴിച്ചു. ഇവിടെ ഒരാൾ ഇതാ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കുന്നത്. എനിക്ക് ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല. ഞാൻ സ്റ്റിക്ക് നമ്മുടെ ഫോർക്കും സ്പൂണും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ. ഞാനും ചേട്ടാ ഞങ്ങൾ രണ്ടുപേരും അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. അപ്പൊ അതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോരുവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഡിന്നർ വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.